ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠ ടാരോ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു ഫയൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്ഷയ തൃതീയയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ തമ്മിൽ 3 ചിത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇവിടെ 3 ഡെക്കുകൾ ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു മീഡിയം ഉപയോഗിച്ച് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കാം. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും നോക്കുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കമന്റ് സെക്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ലെ റീഡിംഗിലേക്ക് കടക്കുന്നു. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ നമസ്കാരം, ഗ്രൂപ്പ് 1. അപ്പൊ നിങ്ങൾ തമ്മിലത്തെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഈ അക്ഷയ തൃതീയയില് ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ട കളക്റ്റീവിന്റെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? അക്ഷയ തൃതീയയില് ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ് അവരിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ആ അനുഗ്രഹം എന്താണ്? Eight of Wands, ഓക്കെ. അണ്ടർലൈങ് എനർജി ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ആണ്. സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ കരിയർ വൈസ് നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി, ഒരു സ്ഥിരത ഉണ്ടാകുന്നതായിട്ട് കാണുന്നു, സെക്യൂരിറ്റി ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. വളരെ സ്ലോ മൂവിങ് ആണ് ഒരു എനർജി ഇപ്പോൾ. ഓക്കെ, കാരണം നിങ്ങൾ അതിനായിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് എടുക്കുന്നുണ്ട്, പക്ഷെ റിസൾട്ട്സ് കാണാൻ ഒരുപാട് സമയം എടുക്കുന്നു. നിങ്ങൾ വളരെ പേഷ്യൻ്റ് ആയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ആ ഒരു കാര്യത്തിലാണ് സഡൻ പെട്ടെന്ന് ഒരു ഫോർവേഡ് പോസിറ്റീവ് മൂവ്മെന്റ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധ്യത കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഒരു വിജയമാണ്. ഓക്കെ, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, നിങ്ങൾ എന്താണോ ഏതൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണോ കരിയറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, ഓക്കെ, അതിലേക്ക് നിങ്ങൾ എത്തുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ അത് എത്ര സമയം എടുക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഒരു ആത്മവിശ്വാസം ഉണ്ട്, നിങ്ങൾക്കൊരു ആ ഒരു വിശ്വാസം ഉണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. എന്ത്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടക്കും. അത് എത്ര സമയം എടുത്താലും അത് നടന്നിരിക്കും. അങ്ങനെ ഒരു പ്രതീക്ഷ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതാണ് നിങ്ങൾക്ക് ഈ പേഷ്യൻ്റ് ആയിരിക്കാൻ, ക്ഷമയോടെ ആയിരിക്കാനായിട്ട് നിങ്ങൾക്ക് ധൈര്യം തരുന്നത്. ഓക്കെ, ആ ഒരു ശക്തി തരുന്നത്. അവിടെയാണ് ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മോമെന്റ്, ഫോർവേഡ് മോമെന്റ് ഉണ്ടാവുന്നത്. ഓക്കെ, ഒരു പക്ഷേ ഇതൊരു കമ്മ്യൂണിക്കേഷൻ, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച്. അത് ആ കമ്മ്യൂണിക്കേഷനിലൂടെ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ അടുക്കുകയാണ്, ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, ക്ലാരിഫൈ ദ കിങ് ഓഫ് സോർഡ്സ്. ഇവിടെ ഡെഫിനറ്റ്ലി നമുക്ക് കാണുന്നത് ഒരു ലോങ് ടേം ചേഞ്ച് തന്നെയാണ്. ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എന്താ പറയുക, കോൺഫിഡൻസ് ഒന്നും കൂടെ കൂടുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഞാൻ അത് അച്ചീവ് ചെയ്തു, ആ ഒരു ഫീലിങ്സ് ആണ് നിങ്ങളിലായിരിക്കുക. ഓക്കെ, ഞാൻ അത് നേടിയെടുത്തു, എൻ്റെ പരിശ്രമത്തിന് ഫലം കണ്ടു, അങ്ങനത്തെ ഒരു 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 തോട്ട്സ് അല്ലെങ്കിൽ ഫീലിങ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ഈ ഒരു കമ്മ്യൂണിക്കേഷന് ശേഷം. ഓക്കെ, ഇത് നിങ്ങളുടെ ലൈഫിൽ കാര്യമായ ഒരു മാറ്റമാണ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇപ്പോൾ ഉള്ളതിനേക്കാളും ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആകുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. 8 of Wands ആയതുകൊണ്ടും പിന്നെ Ace of Swords വന്നിരിക്കുന്നത് കൊണ്ടും ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഡെഫിനറ്റ്ലി ലിറ്ററലി ഒരു ബ്രേക്ക് ത്രൂ മൊമെന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ കരിയറിലെ അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലെ ഒരു ബ്രേക്ക് ത്രൂ മൊമെന്റ് ആണ് ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത്. യെസ്, ഇവിടെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അത് ഒരുപാട് സന്തോഷം കൊണ്ടുവരുന്നുണ്ട്. കണ്ടോ, അൺഎക്സ്പെക്റ്റഡ് ആണ്, പക്ഷെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ആണ്. ഗുഡ് ലക്ക് എനർജിയാണ് നമുക്ക് കാണുന്നത്. നിങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ, ഈ ഒരു മാറ്റം, അവിടെ ഒരു കമ്മ്യൂണിക്കേഷന്റെ പ്രാധാന്യമുണ്ട്, ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഇമെയിൽ ത്രൂ അല്ലെങ്കിൽ ഫോൺ കോളിലൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അതിലൂടെയാണ് നിങ്ങളുടെ ലൈഫിന്റെ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്തതിന്റെ, നിങ്ങൾ കഷ്ടപ്പെട്ടതിന്റെ ഫലം നിങ്ങളിലേക്ക് എത്തുന്നതിനുമായി ബന്ധപ്പെട്ട കൺഫർമേഷൻ അല്ലെങ്കിൽ
അത് നിങ്ങൾ നേടിയെടുത്തു എന്നുള്ള ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിലൂടെയാണ് പിന്നീട് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമായിട്ട് കാണുന്നു. നിങ്ങൾ വളരെ ഹാപ്പി ആകുന്നതായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ആ ഒരു ഭാരം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ജീവിതത്തിൽ നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെ നിങ്ങളെ ഒരുപാട് ടയേർഡ് ആക്കുന്നു, നിങ്ങൾക്ക് ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു അവസ്ഥയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്തു കിടക്കുകയാണ്. ആ ഒരു സ്ലോ മൂവിങ് എനർജിയിൽ നിന്ന് നിങ്ങൾ പുറത്തു കിടക്കുകയാണ്. ഓക്കെ, എന്തിനും ഇതിനൊരു എന്താ പറയാ, ഒരു നീക്കുപോക്കില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു എന്താ, നിങ്ങൾ വിചാരിക്കുന്ന ഒരു മാറ്റമില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. വളരെ സ്ലോ മൂവിങ് ആയിട്ടുള്ള ആ ഒരു എനർജിക്ക് ഒരു അവസാനം ഉണ്ടാകുന്നു. അതുമൂലം നിങ്ങൾക്കൊരു ബേർഡൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഘട്ടമെങ്കിൽ അത് അതിൽ നിന്ന് നിങ്ങൾ പുറത്തു കിടക്കുകയാണ്. ഓക്കെ, ആ ഒരു അലൈൻമെന്റ്, ഹാർമണി ആണ് ഞാൻ കാണുന്നത്. അപ്പൊ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, എന്തിനു വേണ്ടിയാണോ നിങ്ങൾ പരിശ്രമിച്ചത്, അത് നിങ്ങളിലേക്ക് എത്തുകയാണ്. ഓക്കെ, അതായത് അതിനോട് നിങ്ങൾ എനർജറ്റിക്കലി അലൈൻഡ് ആകുന്നു. അത് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു. അതാ ഒരു വന്നു ചേരുക ഇൻ ദ സെൻസ് അത് സംഭവിക്കുന്നു എന്നുള്ളൊരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ അക്ഷയ തൃതീയയിൽ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരു അനുഗ്രഹം. ഈ റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു അനുഗ്രഹത്തിനെ എത്രയും പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഏതൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഫോളോ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് കയ്യിൽ വെച്ചിട്ടാണ് ഷഫിൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അനുഗ്രഹം അക്ഷയ തൃതീയയുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് 1-ന് ഉള്ള ഒരു അനുഗ്രഹത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ റീഡ് ചെയ്തത്. ഈ ഒരു അനുഗ്രഹത്തിന് ഗ്രൂപ്പ് 1-ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിനെ വളരെ പെട്ടെന്ന് തന്നെ അട്രാക്ട് ചെയ്യുന്നതിന്, അവരുടെ ലൈഫിലേക്ക് അത് കൊണ്ടുവരുന്നതിന് അവർക്ക് ഏത് മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കുക, ഉപകാരപ്പെടുക? ഓക്കെ, ജേർണലിംഗ് 21 ടൈംസ് സ്പെസിഫിക് ടൈം, അതായത് എല്ലാ ദിവസവും ഒരു സ്പെസിഫിക് ടൈം വെക്കുക, കാലത്ത് അല്ലെങ്കിൽ വൈകുന്നേരം. അതിലും അതിന് കാലത്ത് 8 മണി അല്ലെങ്കിൽ 8:30, 9 മണി, ഏതെങ്കിലും ഒരു സമയം നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു സ്പെസിഫിക് ടൈം വെച്ചിട്ട് 21 പ്രാവശ്യം നിങ്ങളുടെ ഒരു ആഗ്രഹം, അപ്പൊ നിങ്ങൾക്കിത് നിങ്ങളുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, നിങ്ങൾ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ കഷ്ടപ്പെടുന്നത്, ഏതൊരു കാര്യത്തിലാണോ നിങ്ങൾ ഈ കാലതാമസം നേരിടുന്നത്, അതാണ് നടക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അല്ലേ? അപ്പൊ നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിന് അത് നടന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് യൂണിവേഴ്സിന് നന്ദി അറിയിച്ചുകൊണ്ട് എഴുതുക. അങ്ങനത്തെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ എഴുതിയിട്ട് അത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാം. 21 പ്രാവശ്യം അത് അങ്ങനെ എഴുതണം. അങ്ങനെ ജേർണലിംഗ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, സ്പെസിഫിക് ടൈം ആയിരിക്കണം. എന്താ പറയുക, എല്ലാ ദിവസവും അത് കറക്റ്റ് ആ ടൈമിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യണം. ഓക്കെ, അപ്പോഴാണ് ഇതിന്റെ എഫക്റ്റ് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം, ഈ ഒരു അനുഗ്രഹത്തിനെ അട്രാക്ട് ചെയ്യുന്നതിന്, നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന് 100% എഫക്റ്റീവ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 1. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കമന്റ് സെക്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിങ്ങൾക്കെല്ലാം നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നിങ്ങൾ തംബ്നെയിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ നമുക്ക് നോക്കാം ഈ അക്ഷയ തൃതീയയിൽ ഗ്രൂപ്പ് 2 നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യുന്ന അനുഗ്രഹം എന്താണെന്ന് നോക്കാം. ഓക്കെ, clarify the 4 of wands. Clarify the 3 of coins. ഫോർവേഡ് മൊമെന്റ്, പ്രോഗ്രസ് എന്നാണ് നമുക്ക് മെയിൻ ആയിട്ട് കാണുന്നത്. ഇപ്പോൾ അനുഭവിക്കുന്ന കൺഫ്യൂഷൻസ്, ആ ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി, വ്യക്തതയില്ലായ്മ ഉണ്ടല്ലോ, അത് മാറിപ്പോകുന്നു. വിഷ് ഫുൾഫിൽമെന്റ്, എനിക്ക് തോന്നിയിരുന്നു ഒന്നിൽ കൂടുതൽ വിഷസ് ഫുൾഫിൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഞാൻ കാണുന്നത് കേട്ടോ. ഡെഫിനറ്റ്ലി പ്രോഗ്രസ് ആണ്. ഓക്കെ, ഒരു അണ്ടർലൈങ് എനർജി നോക്കൂ, 6 of wands. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ഇൻ ദ സെൻസ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ്, ഓക്കെ, നിങ്ങളുടെ വിഷസ്, ഒന്നിൽ കൂടുതൽ വിഷസ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. എന്ത് തന്നെയാണെങ്കിലും ലൈഫിൽ ഒരു എക്സ്പാൻഷൻ, ഒരു ഫോർവേഡ് മൊമെന്റ്, ഒരു പ്രോഗ്രസ് ആണ് നിങ്ങൾ ഇപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. നിങ്ങൾ ഈ സന്തോഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുന്നുണ്ടെന്ന് കാണുന്നു.
നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, ലൈഫിൽ ഇപ്പോൾ ഞാൻ കാണുന്നത് നിങ്ങൾക്ക് അത്ര വ്യക്തതയില്ലാത്ത ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം ഉണ്ട്, എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിൽ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് കാണുന്നു. അവിടെ നിന്നാണ് ആ ഒരു ക്ലാരിറ്റി ഒക്കെ കിട്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിതം മുന്നോട്ട് പോകുന്ന കൺഫ്യൂഷൻസ് ഒക്കെ ഇല്ലാതാകുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് ആ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഓരോ മൊമെന്റിലും എന്ത് സ്റ്റെപ്പ് എടുക്കണം, എന്ത് ആക്ഷൻ എടുക്കണം, എന്ത് ചോയ്സ് ആണ് എടുക്കേണ്ടത്, ഇതിനൊക്കെ സംബന്ധിച്ച് കൃത്യമായ ആ ഒരു എന്താ പറയാ കൃത്യമായ ഡിസിഷൻസ്, ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളിലും കൃത്യമായ ആക്ഷൻ, കൃത്യമായ ചോയ്സ് ഒക്കെ എടുക്കുന്നതിന് നിങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് കാണുന്നത് ഒരു പ്രോഗ്രസ്, ഒരു എക്സ്പാൻഷൻ, ആ ഒരു എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഒന്നിൽ കൂടുതൽ ആഗ്രഹങ്ങൾ നിങ്ങളുടെ സഫലീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരു മുന്നേറ്റം, ജീവിതത്തിൽ ഒരു പുരോഗതി നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. ഒരു ട്രാവൽ റീലൊക്കേഷൻ, ആ ഒരു പോസിബിലിറ്റി വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രാവൽ ആൻഡ് റീലൊക്കേഷൻ ഒക്കെ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നടക്കുന്നതിനുള്ള എല്ലാ സാധ്യതയും കാണുന്നു കേട്ടോ. യെസ്, പ്രത്യേകിച്ച് പാസ്റ്റിൽ നിന്ന് ആണ് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അതിൽ നിങ്ങൾ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്തു കിടക്കുക തന്നെയാണ്. അതിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുന്നതായിട്ട് കാണുന്നു. ആ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജ് അവസാനിക്കുകയാണ്. വാവ്, നോക്കൂ, ഒരു ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന ആ ഒരു വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈം, വളരെ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ടൈം. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ എന്താ പറയാ പ്രത്യേകിച്ച് ഒരു ഫോർവേഡ് മൊമെന്റ് ഒന്നും ഇല്ല നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ കുറെയൊക്കെ നിങ്ങളിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഹീൽ ചെയ്യുന്നു, നിങ്ങൾ ഈ പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നു, നിങ്ങളുടെ സ്വപ്നങ്ങളെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം കൂടെ നിങ്ങൾ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പ്രതീക്ഷകൾ കൈവിടാതെ വിശ്വാസങ്ങൾ മുറുകെ പിടിച്ച് ആ ഒരു പോസിറ്റീവ് ആയിരുന്നുകൊണ്ട് നിങ്ങൾ നല്ലോണം അത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്. അപ്പോൾ അതിന്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഡെഫിനറ്റ്ലി ഈ ഒരു അക്ഷയ തൃതീയയുടെ ഭാഗമായിട്ട് ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ് ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്. പുതിയ തുടക്കം, ജീവിതത്തിൽ ആകമാനം. ഓക്കെ, ഏതൊരു മേഖലയിലും നിങ്ങൾക്ക് ഒരു പുതുമ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ മേഖലയിലാണ് നിങ്ങൾ പ്രത്യേകം നിങ്ങൾ വിഷസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്നത് വേണം ഇങ്ങനെ വേണം എന്നൊക്കെ നിങ്ങൾ ഒരു ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് അത് നൽകിയതിന് നന്ദി നിങ്ങൾ ഇന്ന് സൂചിപ്പിക്കുന്നുണ്ടാവും. അത് ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും അതെനിക്ക് ലഭിച്ചു എന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് യൂണിവേഴ്സിന് നന്ദി നിങ്ങൾ എന്നും പറയുന്നുണ്ടായിരിക്കും. അത് മാനിഫെസ്റ്റേഷൻ തന്നെയാണ്. ഓക്കെ, അങ്ങനെ അപ്പൊ അവിടെ ആ മാനിഫെസ്റ്റേഷൻസ്, അപ്പൊ ആ ഒരു ആഗ്രഹങ്ങൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ അനുഭവത്തിലേക്ക് അത് വരുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇവിടെ അപ്പോ എന്താ പറയാ ആ ഒരു ജീവിതത്തിൽ പുതിയ ഘട്ടത്തിലേക്ക് നിങ്ങൾ കടക്കുന്നു. പ്രധാനമായിട്ടും അതാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത്. ആ ഒരു പാസ്റ്റ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാസ്റ്റ്, പർട്ടിക്കുലർ പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയിക്കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി ആ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഓക്കെ, ഒരു ഫ്രഷ് സ്റ്റാർട്ട് ആണ്. അവിടെ ആ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നത് വഴി നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇങ്ങനെ വരുന്നതായിട്ട്, അല്ലെങ്കിൽ അത് എന്താ നിങ്ങളുടെ യാഥാർത്ഥ്യമായിട്ട് മാറുന്നതായിട്ട് നിങ്ങൾ കാണുന്ന, നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ യാഥാർത്ഥ്യമായിട്ട് മാറുകയാണ്. നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും നിങ്ങളുടെ യാഥാർത്ഥ്യമായിട്ട് മാറുന്നു. അതിന് സ്പെസിഫിക് ആയിട്ട് ചില ആഗ്രഹങ്ങൾ, ഒന്നിൽ കൂടുതൽ വിഷസ് ഫുൾഫിൽ ചെയ്യുന്ന ഒരു എനർജിയാണ് കിട്ടുന്നത്. ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പോലത്തെ സപ്പോർട്ട്, നല്ല ഫ്രണ്ട്ഷിപ്സ്, ഓക്കെ, നല്ല റിലേഷൻഷിപ്സ്, കണക്ഷൻസ്, നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള കണക്ഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ജീവിതത്തിൽ ഒരു പ്രോഗ്രസ് ഡെഫിനറ്റ്ലി, യാത്ര, റിലൊക്കേഷൻ, എസ്പെഷ്യലി അത് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, അത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സംഭവിക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ ഫ്രഷ് ഒരു സ്റ്റാർട്ട് അതാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള എന്താ പറയണ്ടേ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ അക്ഷയ തൃതീയയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്ന ഒരു ബ്ലെസ്സിങ്. ഓക്കെ, നിങ്ങളുടെ കേസിൽ ഒന്നിൽ കൂടുതൽ ബ്ലെസ്സിങ്സ് ആണ് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ നിങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുന്നതിന്, ഓക്കെ, തടസ്സങ്ങളൊന്നും ഇല്ലാതെ എത്രയും പെട്ടെന്ന് എത്തുന്നതിനും നിങ്ങൾ അത് സക്സസ്ഫുള്ളി അട്രാക്ട് ചെയ്യുന്നതിനും ഏത് മാനിഫെസ്റ്റേഷൻ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഗ്രൂപ്പ് 2-ന്റെ ഈ അവരുടെ സ്പ്രെഡിൽ പറഞ്ഞ പ്രകാരം അവരുടെ ജീവിതത്തിലെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നതിനും അതുവഴി അവരുടെ ആഗ്രഹങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി സഫലീകരിക്കുന്നതിനൊക്കെ അവരെ ഇതെല്ലാം അവർ യാഥാർത്ഥ്യമായി എത്രയും പെട്ടെന്ന് മാറുന്നതിന് അവരെ ഹെൽപ്പ് ചെയ്യുന്ന, അവർക്ക് 100% എഫക്റ്റീവ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഏതാണ്? ഓക്കെ, സ്ക്രിപ്റ്റിംഗ് പ്ലസ് വാട്ടർ എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ഒരു സ്ക്രിപ്റ്റ് ചെയ്ത്, അപ്പൊ ഇവിടെ ഈ പറഞ്ഞ പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അപ്പൊ ജീവിതത്തിൽ ആകമാനം ഒരു മാറ്റമാണ് പറയണേ. പിന്നെ അവിടെ നിന്ന് നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കണ്ടത്.
അപ്പൊ അതേ പ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നു, എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം മാറേണ്ടത്, ഓരോ മേഖലയിലും എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്തൊക്കെ പുരോഗതിയാണ് ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നത്, അതൊക്കെ നടന്നു കഴിഞ്ഞതായിട്ട് നിങ്ങൾ എഴുതുക. ഒരു ബുക്കിൽ അല്ലെങ്കിൽ ഒരു പേജിൽ അത് എഴുതി വെക്കുക. അതിങ്ങനെ നടന്നു കഴിഞ്ഞതായിട്ട് എഴുതിയിട്ട് ഏറ്റവും അവസാനം ഇതെല്ലാം നടത്തി തന്നതിനും ഈ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു മാറ്റം കൊണ്ടുവന്നതിനും ഈ പുതിയ യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചതിനും യൂണിവേഴ്സിനോട് നന്ദി പറയാം. നന്ദി പറഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിക്കാം. അത് നിങ്ങൾക്ക് യൂണിവേഴ്സിന് കത്തെഴുതുന്ന പോലെ തന്നെ എഴുതാം. ഡിയർ യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട്, പ്രിയപ്പെട്ട യൂണിവേഴ്സിന് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ലാസ്റ്റ് നന്ദി പറഞ്ഞ് അവസാനിപ്പിച്ച് നിങ്ങളുടെ പേരും ഒക്കെ എഴുതി വെക്കാം നിങ്ങൾക്ക്. പേരെഴുതി അതങ്ങനെ അവസാനിപ്പിക്കാം. എത്രയും സ്നേഹത്തോടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേര് എഴുതിയിട്ട് അത് അവസാനിപ്പിക്കാം. ഇത് സ്ക്രിപ്റ്റ് ഒരിക്കലേ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. ഇത് എന്നിട്ട് എന്ത് വേണം, ഇത് നിങ്ങളിലേക്ക് മടക്കുക. വലിയ പേപ്പർ ആണെങ്കിൽ 3 പ്രാവശ്യം മടക്കുക. അത്ര വലുതല്ലെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം മടക്കിയാൽ മതി. മടക്കിയിട്ട് അതിന്റെ മുകളിൽ ഒരു ചില്ല് ഗ്ലാസ്സിൽ നിങ്ങൾക്ക് ഒറ്റയിറക്കിന് കുടിക്കാൻ പറ്റുന്ന വെള്ളം വെക്കണം. ഇത് ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നെക്സ്റ്റ് ഡേ തൊട്ട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഇന്നാണ് നിങ്ങൾ സ്ക്രിപ്റ്റ് ഉണ്ടാക്കേണ്ടത്. ഇന്ന് വൈകുന്നേരമാണ് ഈ സ്ക്രിപ്റ്റ് നിങ്ങളിലേക്ക് മടക്കിയിട്ട് അതിന്റെ മുകളിൽ ഈ ചില്ല് ഗ്ലാസ്സിൽ വെള്ളം വെക്കേണ്ടത്. ആ ഗ്ലാസ് അടച്ചു വെക്കാം. കാരണം പിറ്റേ ദിവസം നമുക്ക് ആ വെള്ളം കുടിക്കേണ്ടതാണ്. അപ്പൊ അത് ഓവർനൈറ്റ് അത് അങ്ങനെ ഇരിക്കണം. അത് അടച്ചു വെക്കാം. നിങ്ങളുടെ ബെഡ് സൈഡിന് തൊട്ടടുത്ത് ടേബിൾ ഉണ്ടെങ്കിൽ അവിടെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതില്ല, അങ്ങനെ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ വേറെ ആരുടെ കയ്യോ തട്ടാനോ മുട്ടാനോ നിലത്ത് വീഴാനൊന്നും ഇടവരാത്ത ഒരു സ്ഥലത്ത് വെക്കാം. ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കാലത്ത് എണീറ്റ് ഫ്രഷ് ആയ ഉടനെ തന്നെ ഈ സ്ക്രിപ്റ്റ് എടുക്കുക. ഈ ഗ്ലാസ്സിലെ വെള്ളം കയ്യിൽ പിടിക്കാം. ഈ ഗ്ലാസ്സിലെ വെള്ളം ലെഫ്റ്റ് ഹാൻഡിൽ പിടിക്കുക. ഇടത് കയ്യിൽ ഈ വെള്ളം പിടിക്കുക. എന്നിട്ട് ഈ സ്ക്രിപ്റ്റ് വായിക്കുക. ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇത്തിരി മനസ്സിൽ വായിക്കാതെ ഉറക്കം വായിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. അത് വായിച്ച് അത് ഈ നിങ്ങൾ എഴുതിയത് മൊത്തം വായിച്ച് അവസാനം എന്ത് ചെയ്യണം, യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞ് ആ വെള്ളം കുടിക്കുക. ഇതാണ് മെത്തേഡ്. ഇത് എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യണം. സ്ക്രിപ്റ്റിംഗ് ഒറ്റ പ്രാവശ്യം ചെയ്യുള്ളൂ. അപ്പൊ ഇന്ന് ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ സ്ക്രിപ്റ്റ് എനിക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാം. അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇതാണ് നിങ്ങൾക്കുള്ള മെത്തേഡ്. അപ്പൊ ഇതിൽ പറഞ്ഞ പ്രകാരമുള്ള മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യാം. ഇതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഹലോ മൈ ഡിയർ ഗ്രൂപ്പ് 3. അപ്പൊ നിങ്ങൾ തമ്മിലത്തെ 3ാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ ചൂസ് ചെയ്തതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ നമുക്ക് നോക്കാം, ഈ അക്ഷയ തൃതീയ ദിനത്തില് ഗ്രൂപ്പ് 3 അവരുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യുന്ന അനുഗ്രഹം എന്താണ്? ഓക്കെ, that and sorts. Verify the points. ഓക്കെ, അണ്ടർലൈങ് എനർജി നൈറ്റ് ഓഫ് വീൽസ് ആണ്. അപ്പൊ ഇവിടെ എനിക്ക് കിട്ടുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നീതി നടപ്പാക്കുന്ന എനർജിയാണ്. നീതി ചിലപ്പോ ലിറ്ററലി നിങ്ങൾക്ക് നിയമപരമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കേസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് ന്യായമായതാണ്, പക്ഷെ അത് നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് നിങ്ങൾ അതിനെ വളരെയധികം പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ കേസ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ന്യായം നിങ്ങളുടെ ഭാഗത്താണ്, നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. നിങ്ങൾ അതൊരു വിട്ടുകൊടുക്കാനും തയ്യാറല്ല. കാരണം നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിലൂടെ കടന്നു പോകുകയാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ന്യായമായ കാര്യം നിങ്ങളത് സംരക്ഷിക്കുന്നു. മറ്റുള്ളവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് അവരതില് നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് കഷ്ടപ്പാടുകളും സ്ട്രഗിൾസും നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്. അപ്പൊ ആ ഒരു അനീതി അതുമൂലം ലൈഫ് ഇങ്ങനെ ഒരു സ്റ്റക്കായ അവസ്ഥ. ഇതില് ഈ ഒരു കാര്യത്തിൽ ഒരു നീക്കുപോക്കില്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ.
അവിടെ അനീതി നടപ്പാക്കുന്നു. നിങ്ങൾക്ക് ന്യായമായത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണുന്നത്. ഓക്കെ, വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു എനർജിയിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ വളരെ സ്ലോ മൂവിങ് ആയിട്ട് കാര്യമായിട്ടൊരു മാറ്റം ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് കാര്യങ്ങൾ നീങ്ങുക. ഓക്കെ, എന്നുള്ള ഒരു എനർജിയാണ്, ആ ഒരു ഷിഫ്റ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലൂടെ ജീവിതത്തിലെ ഒരു സമാധാനം, ഒരു സ്ഥിരത ഒക്കെ ഉണ്ടാവുക. മനസ്സിലായോ? അതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സഡൻ പ്രോഗ്രസ് ആണ്, പക്ഷെ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള പ്രോഗ്രസ്. അപ്പൊ നിങ്ങൾക്ക് അതിലൂടെ എന്തുണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ, നിങ്ങൾക്ക് നീതി കിട്ടുന്നു. നിങ്ങൾക്കാണ് അവിടെ ജീവിതത്തിൽ കൂടുതൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവുന്നത്. നമ്മൾ പറഞ്ഞ അതേ കാര്യത്തിനെയാണ് ഈ ഒരു കാർഡ് റിപ്രസെന്റ് ചെയ്യുന്നത്, സ്വസ്ഥതയും സമാധാനവും. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇത് ലീഗൽ ഇഷ്യൂ അല്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾ അന്യായം അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, മറ്റുള്ളവർ ഈ പറഞ്ഞ പോലെ അവരുടെ എന്താ പറയാ, അവരുടെ സ്വാർത്ഥത കൊണ്ട് അവർ നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് അർഹമായതിനെ നിങ്ങളിൽ നിന്ന് തട്ടിക്കളയാൻ ശ്രമിക്കുക, അനാവശ്യമായിട്ട് ഉപദ്രവിക്കാൻ അറിയില്ലേ. എല്ലാവരും അതിനെ ഉപദ്രവിക്കുന്നത് എന്താ പറയാ, അവരുടെ ഭാഗത്ത് ന്യായമുണ്ടല്ലോ. ചിലർക്ക് അവരുടെ ഒരു, ഞാൻ പറയും, അവരുടെ അത്രയും വൈകൃതമായിട്ടുള്ള ഒരു മനസ്സിന്റെ ഭാഗമായിട്ടാണ് അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കും ഇല്ലേ. അങ്ങനത്തെ ആളുകളുമുണ്ട് സ്വാർത്ഥതയുടെ പേരിൽ. ചിലപ്പോൾ അവർ ആഗ്രഹിച്ചത് മറ്റാൾക്ക് കിട്ടുന്നു എന്ന് കാണുമ്പോഴായിരിക്കും അവരവിടെ ഉപദ്രവിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും നിലയിൽ നിങ്ങൾ ഒരു അന്യായം, അനീതി ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, ആരെങ്കിലും ഈ പറഞ്ഞ പോലെ നിങ്ങൾ കഷ്ടപ്പെട്ട് നേടിയെടുത്തതിനെ, നിങ്ങളുടേതായതിനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ടതിനെ നിങ്ങളിൽ നിന്ന് തട്ടിക്കളയുക, നിങ്ങളിൽ നിന്ന് തട്ടിമാറ്റുക, നിങ്ങൾക്ക് അത് തട്ടിക്കളഞ്ഞ് നിങ്ങളിൽ നിന്ന് അത് പിടിച്ചു വാങ്ങി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊക്കെ തരിക, അങ്ങനെ ഒരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിലൂടെ ഒക്കെ നിങ്ങൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ, ഓക്കെ, ആ ഒരു കാര്യത്തിൽ ഒരു നീക്കുപോക്കില്ലാതെ നിങ്ങൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ടാണ് നിൽക്കുന്നതായിട്ട് കാണുന്നത്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം കൊണ്ടുവരാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾ അത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതിലാണ് മാറ്റം വരുന്നത്. അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്റ്റെബിലിറ്റി വരുന്നു, സെക്യൂരിറ്റി വരുന്നു, ജീവിതത്തിൽ ആ സ്വസ്ഥതയും സമാധാനം നിങ്ങൾക്ക് കിട്ടുന്നു. പെട്ടെന്ന്, വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഓക്കെ, അത് നിങ്ങൾ നേടിയെടുക്കാണ്, വിജയിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അതായത് നിങ്ങൾ നേടിയെടുക്കാണ്, നിങ്ങൾക്കത് യൂണിവേഴ്സ്, ആക്ച്വലി നിങ്ങൾ നേടിയെടുക്കുന്നു എന്ന് പറയുന്നേക്കാളും നിങ്ങൾക്കത് യൂണിവേഴ്സ് തരികയാണ്, നിങ്ങളിലേക്ക് അത് എത്തിക്കുന്നു. കാരണം നിങ്ങൾക്കാണ് അതിന് അർഹതയുള്ളത്. മനസ്സിലായോ? ഇത് ചിലപ്പോ ഈ പറയുന്ന പോലെ തുടക്കത്തില്, അതായത് ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് ഇടുമ്പോൾ തുടക്കത്തിൽ ചെറിയ മാറ്റങ്ങളാവും നിങ്ങൾ കാണാം. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് ചെറിയ പോസിറ്റീവ് ചേഞ്ചസ് ആയിരിക്കും കാണാം. പക്ഷെ ആ ചെറിയ പോസിറ്റീവ് ചേഞ്ചസ് കാണുന്നു എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, ചെറിയ രീതിയിലായിരിക്കും ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഷിഫ്റ്റ് സംഭവിക്കുക. അതിനർത്ഥം അത് അങ്ങനെ തന്നെ നിൽക്കുന്നല്ല. അവിടെ നിന്ന് അത് ഒരുപാട് എന്താ പറയണ്ടേ, ആ ഒരു മാറ്റം, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം ഒരുപാട് വലുതായി ആ ചെറിയ മാറ്റത്തിൽ നിന്ന് മാറി വലിയ മാറ്റങ്ങൾക്ക് അത് വഴിയൊരുക്കുന്നുണ്ട്. അണ്ടർലൈൻ എനർജി നോക്കൂ, 10 of cups ആണ്. ഓക്കെ, ഇവിടെ ലവേഴ്സ് കാർഡ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അവിടെ കൂടുതൽ ബാലൻസ്, നിങ്ങൾക്ക് അർഹമായതിനെ, നിങ്ങൾ എനർജറ്റിക്കലി അലൈൻഡ് ആയിട്ടുള്ളതിനെ, നിങ്ങൾക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിന്നാലെ ഇങ്ങനെ യൂണിവേഴ്സ് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. ആ ഒരു ഷിഫ്റ്റിന്റെ തുടക്കം വളരെ സട്ടിൽ ആയിരിക്കും, വളരെ ചെറിയ രീതിയിലായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷെ നോട്ടീസ് ചെയ്യാൻ തന്നെ സാധ്യത കുറവാണ്. പക്ഷെ പിന്നീട് ആ മാറ്റങ്ങൾ ഇങ്ങനെ വളരെ പ്രകടമായിട്ട് നിങ്ങളുടെ മുന്നിൽ കാണാനായിട്ട് തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കത് കാണാനായിട്ട് തുടങ്ങും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും വളരെയധികം സന്തോഷവും സമാധാനവും സംതൃപ്തി നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു വിജയമാണ് എന്ന് കാണുന്നു. ഓക്കെ, നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടതിന്, നിങ്ങൾക്ക് കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോയപ്പോഴും നിങ്ങളുടെ ആ ഒരു വിശ്വാസം നിങ്ങൾ കൈവിട്ടിട്ടില്ല. നിങ്ങൾക്ക് അർഹതയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ അതിനാണ് പരിശ്രമിക്കുന്നത് എന്നതിലും ആ ഒരു ചിന്തയിലും നിങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അർഹമായതിനെ, നിങ്ങൾക്ക് ന്യായമായി നിങ്ങളുടേതായ കാര്യത്തിനെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തന്നെ കുറച്ചും കൂടെ മികച്ച രീതിയിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാളും മികച്ച രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ കാര്യം ഇത് ജീവിതത്തിന്റെ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാകാം കേട്ടോ. അത് നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ ലൈഫിൽ സമാനമായിട്ട് എവിടെയാണ് നിങ്ങൾക്ക് ഈ ഒരു അനീതി ഉണ്ടായിട്ടുള്ളത്, നിങ്ങൾക്ക് അർഹതപ്പെട്ടത് നിങ്ങളിൽ നിന്ന് തട്ടിക്കളഞ്ഞിട്ടുള്ളത്, വേറെ ആളുകളുടെ ഇൻവോൾവ്മെന്റ് നമുക്ക് ഇവിടെ കാണാനുണ്ട്. അപ്പൊ അങ്ങനെ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു മേഖലയിലാണ് നിങ്ങൾക്ക് ന്യായം, നീതി യൂണിവേഴ്സ് നടപ്പാക്കുന്നത്. ആ ന്യായവും നീതിയും നടപ്പാക്കുന്നത് വഴി നിങ്ങൾക്ക് ജീവിതത്തിലെ സ്വസ്ഥതയും സമാധാനവും ഒരു സ്ഥിരതയും നിങ്ങൾ അനുഭവിക്കുന്നു. കൂടുതൽ ഒരു ശാന്തമായ ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങൾ അവിടെ വിജയിക്കുന്നതായിട്ട് കാണുന്നു. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ഒരു മാറ്റത്തിനെ, ഈ ഒരു അനുഗ്രഹത്തിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന, നിങ്ങൾക്ക് 100% എഫക്റ്റീവ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഏതാണ് നമുക്ക് നോക്കാം.
ഇപ്പൊ ഗ്രൂപ്പ് 3ക്ക് അക്ഷയ തൃതീയയുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന അനുഗ്രഹത്തിനെയാണ് നമ്മൾ ഈ സ്പ്രെഡിലൂടെ കണ്ടത്. ഈ ഒരു അനുഗ്രഹത്തിനെ അവരുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാക്കി എത്രയും പെട്ടെന്ന് മാറ്റുന്നതിന് അവരെ 100% അവരെ സഹായിക്കുന്ന അവർക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഏതാണ്? ഓക്കെ, ജേർണലിംഗ് 21 ടൈംസ് സ്പെസിഫിക് ടൈം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ സെയിം ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതായത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ, നിങ്ങൾക്ക് ഇപ്പൊ അറിയാലോ ഏത് മേഖലയിലാണ് ഈ ഒരു അന്യായം സംഭവിച്ചിട്ടുള്ളത്, എവിടെയാണ് നീതി കിട്ടേണ്ടത് എന്നുള്ളത്. ആ ഒരു അന്യായം സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആ നീതി കിട്ടേണ്ട സ്ഥലത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം എന്താണോ, നിങ്ങളുടെ ആഗ്രഹം എന്താണോ, അത് നടന്നു കഴിഞ്ഞതായിട്ട് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ, ഒന്നില്ലെങ്കിൽ പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, ഇതിലേതിലെങ്കിലും മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് എന്താ പറയുക സൗകര്യപ്രദമായിട്ടുള്ള ഭാഷയിൽ എഴുതണം. ഓക്കെ, യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു സെന്റൻസിൽ എഴുതാനായിട്ട് ശ്രമിക്കാം. ഒറ്റ സെന്റൻസിലേക്ക് ഇടയിൽ ചുരുക്കി എഴുതാനായിട്ട് ശ്രമിക്കാം. കാരണം അത് 21 പ്രാവശ്യം എഴുതണം. നിങ്ങൾ പാരഗ്രാഫ് പോലെ എഴുതില്ലെങ്കിൽ 21 പ്രാവശ്യം പാരഗ്രാഫ് നിങ്ങൾ എഴുതണം. അതുകൊണ്ടാണ് പറഞ്ഞത് ചുരുക്കി എഴുതാനായിട്ട്. ഓക്കെ, അത് ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ ദിവസവും ഒരു സ്പെസിഫിക് ടൈമിൽ നിങ്ങൾ ഇരിക്കുക. എല്ലാ ദിവസവും കാലത്ത് 8 മണിക്കാണെങ്കിൽ എല്ലാ ദിവസവും കാലത്ത് 8 മണിക്ക് തന്നെ ഇരിക്കണം. ഇനി എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് ഇരിക്കണമെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് തന്നെ ഇരിക്കണം. ഓക്കെ, അത് ഒരു ദിവസം 8 മണിക്ക് ഇരുന്നു, പിറ്റേ ദിവസം 7 മണിക്ക് ഇരുന്നു, ഒരു ദിവസം കാലത്ത് ഇരുന്നു, ഒരു ദിവസം വൈകുന്നേരം ഇരുന്നു, അങ്ങനെ ശരിയാവില്ല. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ഇങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞ പോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താണ് ആഗ്രഹം എന്നുള്ളത് കൃത്യമായി സ്പെസിഫിക് ആയിട്ട് എഴുതണം. ഈ പറഞ്ഞ പോലെ പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാം. ഒരു സെന്റൻസിൽ ചുരുക്കി എഴുതാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 21 പ്രാവശ്യം എഴുതുക. ഓക്കെ, അങ്ങനെ സ്പെസിഫിക് ടൈമിൽ എല്ലാ ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ യാഥാർത്ഥ്യമായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എപ്പോൾ സംഭവിക്കുന്നത് തന്നെ ആലോചിച്ചൊന്നിരിക്കാൻ പാടില്ല. അത് എഴുതുക. അത് എഴുതുമ്പോൾ അത് നടന്നു എന്നാണ് നമ്മൾ പറയണത് അല്ലേ. അപ്പൊ നടന്നു കഴിഞ്ഞ കാര്യത്തിനെ കുറിച്ച് നമ്മൾ കാത്തിരിക്കുമോ? ഇല്ല. നടന്നു കഴിഞ്ഞ കാര്യം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതേ മെന്റാലിറ്റി ആയിരിക്കണം ഈ ഒരു കാര്യത്തിൽ. അങ്ങനെ ചെയ്യാം. ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ ഈ ഒരു അനുഗ്രഹം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന നിങ്ങൾക്ക് 100% എഫക്റ്റീവ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് 3. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കമന്റ് സെക്ഷനിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.